നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളിൽ ലഹരി ബോധവൽക്കരണം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ലഹരി ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് കുട്ടികളിൽ പ്രായത്തിനും മനസ്സിൻ്റെ വളർച്ചയ്ക്കും അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ചെറിയ പ്രായമുള്ള കുട്ടികളോട് കഥകളും കാർട്ടൂണുകളും ഉപയോഗിക്കുക. ലഹരി വസ്തുക്കളുടെ ദോഷം നേരിട്ട് പറയാതെ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ കാണിക്കുക. ആരോഗ്യപരമായ ശരീര മനസ്സിൻ്റെ ആശയം വളർത്തിയെടുക്കുക. ശരീരത്തെ സംരക്ഷിക്കുക എന്ന ആശയം ഗെയിമിലൂടെ പഠിപ്പിക്കുക. സ്മോക്കിംഗ്, മദ്യപാനം തുടങ്ങിയവ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന ലളിതമായ ദൃശ്യങ്ങൾ കാണിച്ചും പോസ്റ്ററുകൾ കാണിച്ചും അവരെ ബോധവൽക്കരിക്കുക. 11 മുതൽ 15 വയസ്സ് വരെ പ്രായപൂർത്തിയിലേക്ക് കാലം വരെ കുട്ടികളോട് വസ്തുതകൾ വ്യക്തമായി പറയുക. ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നു ദോഷകരമായി എന്ന് ശാസ്ത്രീയമായി വിവരിക്കുക. സുഹൃത്ത് സമ്മർദ്ദം നേരിടുമ്പോൾ ഇല്ല എന്ന് പറയുവാനുള്ള പരിശീലനം കൊടുക്കുക. വിശ്വസനീയരായ മാതൃകകൾ വിവരിക്കണം. ലഹരി വിട്ട് വിജയിച്ച വ്യക്തികളുടെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. 16 മുതൽ 20 വയസ്സ് വരെയുള്ള യുവത്വത്തിലുള്ള കുട്ടികൾ ഡിബേറ്റ് അല്ലെങ്കിൽ ചർച്ചകൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. ലഹരി സംബന്ധിച്ച വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചർച്ച നടത്തുന്നത് അഭികാമ്യമാണ്. ലഹരി ഉപയോഗം മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ, മരണങ്ങൾ, സാമൂഹിക നഷ്ടങ്ങൾ എന്നിവയുടെ കണക്കുകൾ അവതരിപ്പിക്കണം. കൗൺസിലർമാരെയും ആരോഗ്യ വിദഗ്ധരെയും ഉൾപ്പെടുത്തി യുവജന കൂട്ടായ്മകൾ നടത്തി ബോധവൽക്കരണം നടത്തണം. വീട്ടിലെ തുറന്ന സംഭാഷണം സാധ്യമാക്കുക. കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കുവാൻ പേടിയില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. പോസിറ്റീവ് ആക്ടിവിറ്റികളായ സ്പോർട്സ്, കല, സംഗീതം തുടങ്ങിയ രസകരമായ കാര്യങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക. അവരെ അതിൽ ശ്രദ്ധ തിരിപ്പിക്കുക. സുഹൃത്ത് വലയത്തിൽ ശ്രദ്ധ വയ്ക്കുവാനും കുട്ടികളുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയുവാനും അവരുടെ സ്വാധീനം മനസ്സിലാക്കുവാനും മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുക. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഭയപ്പെടുത്തി നടത്തേണ്ട കാര്യമല്ല. അതിൻ്റെ സത്യവും അപകടവും തുറന്നു പറഞ്ഞ് പോസിറ്റീവ് ജീവിത തിരഞ്ഞെടുപ്പുകൾ കാണിച്ചു കൊടുക്കുകയാണ് പ്രധാനം. കുട്ടികൾ തെറ്റിപ്പോകാനിടയുള്ള ചില സന്ദർഭങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ക്ലാസ്സിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളുടെ ജന്മദിനത്തിൽ എല്ലാവരും സമ്മാനം കൊണ്ടുവരുന്നു. ഒരു സുഹൃത്ത് ചെറിയൊരു പാക്കറ്റ് രഹസ്യമായി നൽകി ഇത് കഴിച്ചാൽ നീ സന്തോഷത്തോടെ പറക്കും എന്ന് പറയുന്നു. അവൻ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തു. നിന്റെ ശരീരത്തിന് ഹാനികരമായതൊന്നും കൈക്കൊള്ളരുത്. അവൻ പേടിച്ച് ആ സമ്മാനം തുറന്നില്ല. നേരെ അവൻ ടീച്ചർക്ക് കൊടുത്തു. അന്ന് ടീച്ചർ അവന് മനസ്സിലാക്കി കൊടുത്തു സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന്. അത് അവനും ജീവിതത്തിൽ ആശ്വാസമായി. വിഷ്ണുവിന് ഒരു ബൈക്ക് വേണമെന്നതായിരുന്നു ജീവിത സ്വപ്നം. ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പറയുന്ന ജോലി നീ സമയമുള്ളപ്പോൾ കുറച്ച് ചെയ്താൽ നിനക്ക് ധാരാളം പണം കിട്ടും. പക്ഷേ അത് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. വിഷ്ണു അത് ധൈര്യത്തോടെ ഇല്ല എന്ന് പറഞ്ഞത് ഭാഗ്യമായി. അയാൾ ചെറിയ ജോലികളിലൂടെ പണം സമ്പാദിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വന്തമായ ബൈക്ക് വാങ്ങി. തെറ്റായ വഴി വേഗത്തിൽ ലക്ഷ്യത്തിൽ കൊണ്ടുപോവുകയും തെറ്റായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അയാളുടെ കൂട്ടുകാരനും പിന്നീട് മനസ്സിലായി. അനു ഓടുന്നതിൽ മികച്ചവളായിരുന്നു. സ്കൂളിൽ അത്ലറ്റിക് മീറ്റ് നടന്നപ്പോൾ ഒരു സുഹൃത്ത് ഒരു ചെറിയ പാക്കറ്റ് പൊടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കഴിച്ചാൽ നീ ഇരട്ടി വേഗത്തിൽ നിനക്ക് ഓടാൻ കഴിയും. അതൊരു സ്റ്റീറോയിഡ് ആയിരുന്നു. അനു അത് നിരസിച്ചു. സാധാരണ പരിശീലനത്തിലൂടെ അവൾ വിജയിക്കുകയും ചെയ്തു. ആരോഗ്യത്തെ വിലയ്ക്ക് കൊടുത്ത് തെറ്റായ രീതിയിൽ വിജയത്തിൽ എത്തുന്നത് ഒരിക്കലും വിജയമല്ല എന്ന് അനുവിൻ്റെ സുഹൃത്തിന് പിന്നീട് മനസ്സിലായി. അവളെ ഓട്ട മത്സരത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഈ കഥകൾ സ്കൂൾ അസംബ്ലിയിലും ആഘോഷങ്ങളിലും ഒക്കെ അവതരിപ്പിക്കുന്നത് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് നല്ലതാണ്. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികളിൽ ലഹരി ഉപയോഗത്തിൻ്റെ ബോധവൽക്കരണം ചെയ്യാതിരുന്നാൽ എങ്ങനെയാണത് ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാം നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.